ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം, ഇപ്പം കൃഷിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. എന്നാൽ പല ആളുകൾക്കും വിത്ത് പാകുന്ന രീതി മുതൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല എഫക്റ്റീവായിട്ടും വിത്ത് പാകുന്നത് എന്നാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇത് പലതരത്തിലുള്ള വിത്തുകൾ പാകി മുളപ്പിച്ച് പറിച്ചു നടാൻ പരുവമായിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് പാകി മുളപ്പിക്കുന്നതെന്നാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ട്രേ എടുത്തിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് എങ്ങനെ എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമാകും എന്നുള്ള ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള വിത്തുകളാണെങ്കിൽ ഒരു 90% നമുക്ക് മുളച്ച് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനിവിടെ ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നല്ല സൂപ്പർ കമ്പോസ്റ്റാണ്. ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് നിരത്തി കൊടുക്കുവാണേ. ഞാൻ 3 തരം വിത്താണ് ഇപ്പോൾ പാകി കാണിക്കാനായിട്ട് പോകുന്നത്. അന്നേരം ഞാനത് 3 സ്ഥലത്താണ് എടുത്തത്. ഒന്നിച്ചൊരു ട്രേയിൽ മൊത്തം നിരത്തി വെച്ചില്ല. കാരണം ഇത് കിളുത്ത് വരുമ്പോഴത്തേന് നമുക്കറിയണമല്ലോ ഏതൊക്കെയാണെന്ന്. അല്ലെങ്കിൽ നമ്മളുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൽ നമുക്ക് പേരെഴുതി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയൊക്കെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പം ഞാനിതിപ്പോൾ എല്ലാത്തിലും ചകിരിച്ചോറ് കമ്പോസ്റ്റ് മാത്രം നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടോ, വാമെന്ന് പറഞ്ഞാൽ പല കമ്പനിയുടെ പല നിറത്തിൽ കിട്ടും. കുറച്ച് ആഷ് കളറും കുറച്ച് ബ്ലാക്ക് കളർ കൂടിയതും. ഇത് വേറെ വൈറ്റ് കളറിലാണ് കിട്ടിയിരിക്കുന്നത് ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചപ്പോൾ. ഇതാണ് വാമ്. ചെടിയുടെ വേര് വളർച്ചയെ ത്വരിതപ്പെടുത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടുന്നതിന് നമുക്ക് ഇത് ഉപയോഗിച്ചാൽ നല്ല എഫക്റ്റാണ്. ഇത് വളരെ കുറച്ച് മാത്രം മതി. ഞാനിപ്പം വിത്ത് പാകാൻ എടുക്കുന്ന സ്ഥലത്ത് ഇതുണ്ട് കണ്ടോ, ഞാൻ ഇതിനകത്തെല്ലാം ശകലിച്ച വാമിടുകയാണ്. വാമ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ വാമും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് പയർ വിത്താണ് പാകുന്നത്. ഇത് അർക്കമംഗള പയറാണ്. ഓരോന്നിലും വിത്തിട്ട് കൊടുക്കുന്നു. അതുപോലെ പയറൊക്കെ പാകുമ്പോഴേ നമുക്ക് ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ ഉപയോഗിക്കാം. അത് വളരെ നല്ലതാണ് കേട്ടോ. ഒരെണ്ണം വെച്ച് ഉപയോഗിച്ചാൽ മതിയാവുമേ. റെഡ് കളറിലെ ആനക്കൊമ്പം വെണ്ടയാണ് ഇനി അടുത്തത് പാകാൻ പോകുന്നത്. ഈ വിത്തുകളൊന്നും തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടല്ല പാകുന്നത്, നേരിട്ടാണ് പാകുന്നത്. പാവല് പോലെ കട്ടിയുള്ള പുറന്തോടുള്ള വിത്തുകൾ മാത്രം മാക്സിമം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് പാകാറുണ്ട്. ഇതൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് പാകാവുന്നതാണ്. അടുത്തത് വേങ്ങേരി വഴുതനയാണ് ഞാൻ പാകാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്പെടലിൻ്റെ ഭാഗമായിട്ട് നല്ല മുന്തിയ ഇനം ഗുണമേന്മയുള്ള വിത്തുകൾ നമ്മളിപ്പോൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. വിത്തുകൾ ഏത് തരം വിത്തുകൾ വേണമെങ്കിലും നമ്മളിതിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സാപ്പിൽ കയറി മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗ് കാണാൻ പറ്റും. അതിൻ്റെ വിവരസഹിതം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വേങ്ങേരി വഴുതനയാണ് ഇനി പാകാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഓരോന്ന് വെച്ചാണ് പാകുന്നത്. വിത്തെല്ലാം നമ്മൾ ട്രേയിലോട്ടാക്കി കൊടുത്തു. അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, വിത്ത് ഏത് വശം കുത്തി നിർത്തണമെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ഡയറക്റ്റ് എങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ കിടത്തി അങ്ങ് ഇട്ടേച്ചാൽ മതി. അതിനുശേഷം വളരെ കുറച്ച് മാത്രം ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കും. വിത്ത് ഒത്തിരി ആഴത്തിൽ പോകരുത്. വിത്ത് ഈ മുകളിൽ തന്നെ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പാകേണ്ടത്. വിത്തോളം ആഴത്തിൽ വിത്ത് പാകണമെന്നാണ് കേട്ടോ. അന്നേരം പെട്ടെന്ന് മുളച്ച് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ വിത്ത് മുളച്ച് വരാനായിട്ട് പിന്നെയും താമസം എടുക്കും. അതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ മുളപ്പിച്ച് കിട്ടാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഒന്നാമത് വെള്ളം ഒഴിക്കുന്ന കാര്യം. ഇതേ കണ്ടോ, ഇത് സാധാരണ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ ഞാൻ ഇവിടെ കുറച്ച് ഹോളുകൾ ഇട്ടിട്ടുണ്ട്. സേഫ്റ്റി പിൻ കൊണ്ടാണ് ഹോളുകൾ ഇട്ടിരിക്കുന്നത്. അല്ലാതെ സ്പ്രെയർ കൊണ്ടാണെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം, വളരെ കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുത്തി ഒലിച്ച് വെള്ളം നിറച്ച് ആവശ്യമില്ല. ജസ്റ്റ് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ചില ആളുകളുണ്ട്, ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കും, ഇതിന് ഒത്തിരി വെള്ളം വേണമെന്ന് വെച്ച്. പക്ഷെ അന്നേരം ഈ വിത്തുകളെല്ലാം ചീഞ്ഞു പോകും. ജസ്റ്റ് ഒരു ഈർപ്പം നിലനിന്നാൽ മതി. ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചു, നാളെ ചിലപ്പോൾ ഒരു വൈകുന്നേരം ആവും വരെ ഇതിൻ്റെ ഈർപ്പം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എപ്പോൾ വെള്ളം വലിയുന്നു എന്ന് നമ്മുടെ കണ്ണിൽ കാണുന്നു അന്നേരമേ വെള്ളം ഒഴിച്ച് കൊടുക്കത്തുള്ളൂ. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ, ഇത് നമ്മുടെ ഗോതമ്പ് പൊടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ
ഇങ്ങനെ അങ്ങിട്ടിരിക്കുവേ. അപ്പോൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ ഈർപ്പം ഇതിനകത്ത് നല്ല രീതിയിൽ നിലനിന്ന് ഒരു ചെറിയ ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്ത് വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കുന്നതിനൊരു ടെൻഡൻസി വരും. ഇത് നമ്മൾ ഓരോ ദിവസം വെള്ളം എടുക്കാൻ നേരം ഇത് കാണാൻ പറ്റുമല്ലോ നമുക്ക്, വിത്തുകൾ മുളച്ചോ എന്ന്. വിത്ത് ഇതിനകത്തുനിന്ന് പൊട്ടി മുളച്ച് മുകളിലോട്ട് കയറുന്ന സമയത്ത് നമ്മളിത് മാറ്റും. ഇങ്ങനെ എടുത്തു വെക്കുന്ന ഐറ്റം, ഇങ്ങനെ പാകി മുളപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഐറ്റത്തെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് രാവിലെ നമുക്ക് ഇളം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയാണ്. ഞാനിതിനെ എന്നിട്ട് പ്ലേസ് ചെയ്യുന്നത് നമ്മളുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് രാവിലെ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കിയാണ് വെക്കാറുള്ളത്. ഒരു 10-11 മണി വരെ അവിടെ വെയിലുണ്ടാവും. നേരിട്ട് മഴയും വെയിലും കിട്ടുന്ന സ്ഥലം നോക്കി നമ്മളിതിനെ വെക്കാൻ പാടില്ല. ഇത് കിളുത്ത് കയറി വന്ന് ഒരു 2 ഇല പ്രായമാകുമ്പോഴത്തേന് വിത്തുകൾ മുളച്ച് 2 ഇല പരുവമാകുമ്പോഴത്തേന് നമുക്ക് NPK എന്ന് പറഞ്ഞൊരു 19-19-19 ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്കിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തുള്ള തൈകൾ കിട്ടും. അപ്പം അതുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഇല്ലെങ്കിൽ അത് ഓപ്ഷണലാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്, അല്ലാതെ തന്നെ എനിക്ക് നല്ല രീതിയിൽ തൈകൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം. തൈ മുളപ്പിക്കാനായിട്ട് ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെ ധാരാളമാണ്, അത് മാത്രം മതി. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിക്കാനായിട്ട് കാരണം, ഇത് വിത്ത് പാകാൻ ഒട്ടും അറിയാത്ത ആളുകൾ, ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കണ്ടിട്ട് കൃഷി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് സംശയം ചോദിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഞാൻ വാങ്ങിച്ചതാണ്, 15 രൂപയായിരുന്നു കിലോയ്ക്ക് റേറ്റ്. പണ്ട് തൊട്ടേ കൃഷി ചെയ്ത് അതിൽ എങ്ങനെ വിത്ത് പാകണമെന്നൊക്കെ അറിവുള്ള ആളുകളുണ്ടല്ലോ, അവർ ആ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. ഏതുതരം വിത്തുകളും ലഭ്യമാണ്. വാട്സാപ്പ് നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. കാറ്റലോഗിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. വാട്സാപ്പ് മാത്രമേ ഉള്ളൂ, നേരിട്ട് വിളിച്ചാൽ കിട്ടത്തില്ല. കാരണം കോളുകൾ ഒരുപാട് വരുമ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വാട്സാപ്പിൽ വന്നാൽ മാത്രമേ വിത്തുകളുടെ ഡീറ്റെയിൽ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.